ഹായ് ഗായ്സ്. ടേബിൾ ക്ലീനിങ് ഒക്കെ കാണുമ്പോൾ വിചാരിക്കും നിങ്ങൾ എന്തോ ക്രാഫ്റ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പാണെന്നല്ലേ. എന്നാലല്ല കേട്ടോ, ഞാൻ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ കേട്ടോ വന്നില്ല. ടൻ ഇതാണ് എൻ്റെ പുതിയ വാട്ടർ ബോട്ടിൽ. കഴിഞ്ഞ ദിവസം എസ് സ്ട്രീറ്റ് പോയപ്പോൾ കണ്ണിലൊടക്കിയൊരു സംഭവമാണിട്ടത്. കണ്ട പാടെ ഞാനിതങ്ങ് വാങ്ങിച്ചു. ഒന്നല്ല രണ്ടല്ല 3 വാട്ടർ ബോട്ടിൽസ്. അപ്പോൾ ഇതൊരു വാട്ടർ ടാങ്കിൻ്റെ വലിപ്പമുള്ള ഒരു വാട്ടർ ടാങ്കിൻ്റെ ഉള്ളിൽ കുഞ്ഞൊരു അതിൻ്റെ ഉള്ളിൽ ഏറ്റവും ക്യൂട്ടായൊരു കുഞ്ഞൊരു വാട്ടർ ബോട്ടിലും കൂടി കേട്ടോ. അങ്ങനെ ഈ 3 വാട്ടർ ബോട്ടിലും കൂടി എനിക്ക് ഏകദേശം 300 രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത്. ഉള്ളിലുള്ള കളറ് എനിക്ക് വയലറ്റ് ഇഷ്ടപ്പെട്ടിട്ട് ബ്ലൂവിനേക്കാളും, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വയലറ്റ് 2 ആ കളറിലും, പിന്നെ അതേപോലെ ബ്ലൂ വലിയ വാട്ടർ ടാങ്ക് ബ്ലൂവിലും വാങ്ങി. അപ്പം നമുക്കിത് ഓരോ വാട്ടർ ബോട്ടിലും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. ചെറുതിന് തുടങ്ങിയാലോ. ഇതാണ് ഏറ്റവും ചെറിയ വാട്ടർ ബോട്ടിൽ കേട്ടോ. ഇത് ഏകദേശം 500 ml, അതായത് 1/2 ലിറ്റർ വാട്ടർ ഇതിൽ കൊള്ളുട്ടോ. നമ്മൾ എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ, അതായത് കുറച്ച് ദൂരത്തേക്കൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കുഞ്ഞു കുപ്പിയിലല്ലേ വെള്ളം കൊണ്ടുപോകുക. അപ്പോൾ അതിനൊക്കെ സ്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ് ഇത്. നമ്മുടെ ബാഗിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഒതുങ്ങും. മാത്രമല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഓരോ കുടിക്കാനുള്ള അളവും സമയവും ഒക്കെ അതിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം നമ്മളൊരു കൈയിൻ്റെ വലിപ്പമൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ഓവറായിട്ട് ഹീറ്റ് റെസിസ്റ്റൻസ് അല്ല, എന്നാലും മീഡിയം ടൈപ്പ് ചൂടൊക്കെ ഇതിൽ താങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഹാൻഡിലും ഉണ്ട്. അപ്പോൾ നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ എളുപ്പത്തിനുള്ളൊരു ടൈപ്പ് വാട്ടർ ബോട്ടിലാണ് കേട്ടോ. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഇങ്ങനത്തെ ക്യൂട്ട് ബോട്ടിൽസിനോട് എനിക്ക് പണ്ടേ ഒരു ക്രേസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ടൈപ്പ്. ഇനി നമ്മൾ അടുത്ത ടൈപ്പിലോട്ട് പോവാം. അതിൻ്റെ കുറച്ചുകൂടി വലിയ ടൈപ്പ്. ഇത് ഏകദേശം 1 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ. നമുക്ക് നോർമൽ കാഷ്വൽ യൂസസിനൊക്കെ കോളേജിൽ കൊണ്ടുപോകാനും ഓഫീസിൽ കൊണ്ടുപോകാനൊക്കെ പറ്റിയിട്ടുള്ള ടൈപ്പ് വാട്ടർ ബോട്ടിലാണ് കേട്ടോ ഇത് നമ്മൾ സിപ്പിംഗ് ടൈപ്പാണ് വരുന്നത്. നമുക്ക് അതിലോട്ടൊരു സ്ട്രോയും ഉണ്ട്. അപ്പം നമുക്ക് സക്ക് ചെയ്ത് കുടിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയും കുടിക്കാം, അല്ലാതെ കുടിക്കണമെങ്കിൽ സ്ട്രോയും അതുപോലെ സക്ക് ചെയ്യുന്ന ട്യൂബും മാറ്റി വെച്ച് നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെക്കാനിസം. ഇനി ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനിവിടെ ഒരു ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ആവും കേട്ടോ. അതുപോലെ ആ സക്കിങ്ങിൻ്റെ ട്യൂബും പുറത്തോട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം. ഇത് നല്ല കാണാൻ ഭംഗിയുള്ളൊരു ക്യൂട്ടായിട്ടുള്ള ബോട്ടിലാണ് കേട്ടോ. നമുക്ക് കോളേജിൽ കൊണ്ടുപോകാനും നമുക്ക് ഓഫീസ് യൂസിനൊക്കെ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ടൈപ്പാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലും ടൈമും കാര്യങ്ങളും എപ്പോൾ കുടിക്കണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിലും നമുക്ക് രേഖപ്പെടുത്തി. അപ്പോൾ ഇനി അടുത്ത ബോട്ടിലോട്ട് പോകും. ഇതാണ് നമ്മുടെ ബ്ലൂ വാട്ടർ ടാങ്ക്. ഇത് ഏകദേശം 2 ലിറ്ററിൻ്റെയാണ്. ഏകദേശം 2000 ml വെള്ളം കൊള്ളുന്നതാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിനും ഒരു സ്ട്രോ ടൈപ്പാണ് വരുന്നത്. നമുക്ക് സക്ക് ചെയ്ത് കുടിക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് സ്ട്രോ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുടിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഞാനിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. മാത്രമല്ല നമുക്ക് അല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ മേൽഭാഗം. ഇതിനിവിടെ ഒരു ബട്ടൺ, അത് പ്രസ് ചെയ്യുമ്പോഴാണ് ഇത് ഓപ്പൺ ചെയ്യാണ്ടോ. ഇങ്ങനൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇതാണ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ട്യൂബിങ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സക്ക് ചെയ്യാൻ തോന്നണം കേട്ടോ. അപ്പോൾ ഇതും ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നതൊക്കെ. പിന്നെ ഇതിൻ്റെ യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോങ് ട്രിപ്പ് പോകുമ്പോഴും നമുക്ക് ലോങ് ആയിട്ടുള്ള എങ്ങോട്ടെങ്കിലും പോകുമ്പോഴും ഒരുപാട് വെള്ളമൊക്കെ വേണം നമുക്ക് ക്യാരി ചെയ്യാനും. ഒരു ഹാൻഡിലും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ക്യാരി ചെയ്യാനും ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിന് നമുക്ക് ഇങ്ങനെ ഓരോ ഭാഗത്ത് സ്റ്റിക്കർ ഉണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് സ്റ്റിക്കറൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ ഇതൊരു ഡൈനോസറും കുറച്ച് ലവ് ഷേപ്പും പിന്നെ സ്ട്രോബെറി, കുറച്ച് ഗ്രാസ്, അങ്ങനെയുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാനതിൽ ആ ഡൈനോസറിനെ ആദ്യം എടുത്തിട്ട് ഞാൻ മേലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടോ. അപ്പോൾ എനിക്കത് അത്രയും ഹൈറ്റിൽ ഒട്ടിച്ചപ്പോൾ എനിക്കൊരു ഭംഗി തോന്നിയില്ല. അപ്പോൾ ഞാനത് എടുത്തിട്ട് ഞാൻ താഴെ ഒന്ന് ഒരു ഗാർഡൻ സെറ്റ് ചെയ്ത പോലെ സെറ്റ് ചെയ്തിട്ടോ. ഇതിലെ ബോട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിലും നമുക്ക് ടൈം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3ലും നമുക്ക് ടൈമും കാര്യങ്ങളും. എനിക്ക് തോന്നുന്നു ഓൺലൈനിലും ഈ ബോട്ടിൽസ് അവൈലബിൾ ആണെന്ന് കേട്ടോ.